ഹായ് വ്യൂവേഴ്സ്, ആർജെ തേരാവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, വീട് തുറന്നു, കതവൊക്കെ തുറന്ന് സാധനങ്ങളെല്ലാം പറക്കിയില്ല, വണ്ടിക്കകത്തിരിക്കുന്നേ ഉള്ളൂ. വീട് ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങൾ എടുത്തകത്തോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അടുക്കളയൊക്കെ മൊത്തം വീട് മൊത്തം ക്ലീൻ ചെയ്യണം. വലുതായിട്ടില്ല, ചലന്തി വിലയുള്ളൂ, അധികം പൊടിയൊന്നുമില്ല. ഇവിടെ വെളിയിൽ നിന്നുള്ളതായതുകൊണ്ട് പൊടി കയറും. ക്ലീൻ ചെയ്യണം. എല്ലാം ഒതുക്കി വെച്ചിട്ട് പോകുന്നുണ്ട്, അത്രയും പണിയില്ല. ഉള്ളിൽ ക്ലീനിങ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് നമുക്കിനി അടുത്ത പണി എന്ന് പറയുന്നത് ക്ലീനിങ് ആയിരുന്നു. അപ്പം അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു. നമ്മളന്ന് പോയപ്പം വൃത്തിയാക്കി ഇട്ടിട്ട് പോയത്. പിന്നെ അകത്തോട്ടധികം പൊടിയൊന്നും കയറിയിട്ടില്ല. ചലന്തി വല അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അടുക്കള മൊത്തവും ക്ലീൻ ചെയ്ത്, അടുക്കള എന്നുവെച്ചാൽ ചിലന്തി വല മാത്രം അടിച്ച് പിന്നെ പോകെ ബാക്കി എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കും. അപ്പം ആദ്യം നമ്മൾ പെട്ടെന്നൊന്ന് ജസ്റ്റ് ചിലന്തി വല അടിച്ച് തൂത്തുവാരി ഒന്ന് തറയെല്ലാം ഒന്ന് തുടച്ചെടുക്കത്തേ ഉള്ളൂ. പിന്നെ യൂസ് ചെയ്യുന്നതനുസരിച്ച് ബാക്കിയെല്ലാം നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കും. അതിനുവേണ്ടി അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മൾ വൃത്തിയാക്കാനുള്ളത് AC-യുടെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. പക്ഷേ അതിനകത്ത് അഴിച്ചപ്പം വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഈ ജനലൊരെണ്ണം തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തൂടെ ഒരു എലിയാണെങ്കിൽ അകത്ത് കയറി ആകെപ്പാടെ നാശമാക്കി ഇട്ടേക്കുമായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. എല്ലാം ഒന്നും എടുത്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല. കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് സമയം പോലെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് എല്ലാ പാത്രങ്ങളും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് വേറെ കാര്യം. കുറച്ച് ദിവസം കൂടെ അടച്ചിട്ടേക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ AC-യുടെ ഫിൽറ്റർ എടുത്തു. പക്ഷേ വലിയ പൊടി അഴുക്കൊന്നും ഇല്ലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ പൊടി അഴുക്കൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ ആണെങ്കിൽ ഉച്ചക്കലത്തേക്ക് അമ്മ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിയിൽ പോയി ചോറ് കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അമ്മ ചക്കയൊക്കെ വേവിച്ച് ചൂരക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളുകൊണ്ട് ഇങ്ങനെ ചക്കയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര കൊതിയോടങ്ങ് കഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ് തുടച്ചിട്ടിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിയത്. എന്നിട്ട് പിന്നെ വൈകുന്നേരം ഫ്രഷായി. പിന്നെ അവിടെ നമ്മുടെ മുറ്റത്തൊരു മാവുണ്ട്. ഈ പ്രാവശ്യം ആണെങ്കിലും മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അമ്മ ഫോൺ വിളിക്കുമ്പോഴെപ്പോഴും പറയുന്ന ആ മാങ്ങയെല്ലാം ഞാൻ പറക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. പിന്നെ അമ്മയുടെ ചൂരക്കറിയും കോവയ്ക്ക വിഴുക്കുവരട്ടിയും മോരുകറി ഒക്കെ കൂടെ കൂട്ടി ചക്ക വേവിച്ചതുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു. കുറേ നാളുകൊണ്ട് ഇങ്ങനെ കഴിക്കാതിരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ കൊതി വരുന്ന വീണ്ടും. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അങ്കിത്തു, അബി, ഞാനും ഹസ്ബൻഡും എല്ലാവരും ചോറൊക്കെ കഴിച്ച് പിന്നെ പുറത്തിറങ്ങി. അവർ കുറച്ച് നേരം അവിടെ നിന്ന് ക്രിക്കറ്റൊക്കെ കളിച്ച്. മാങ്ങ എന്നും നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കഴിക്കാമായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ആ കൊതിയോടെ 2 മാങ്ങ അന്നേരം തന്നെ കടിച്ചു പറിച്ചങ്ങ് തിന്നും. അതൊക്കെ ഇപ്പോഴും കാണുമ്പോൾ വീണ്ടും കൊതി വരുന്നു കഴിക്കാൻ. പക്ഷേ ഇപ്പം മാങ്ങയൊക്കെ തീർന്നു തോന്നുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് മാങ്ങയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത്. അപ്പം നമ്മുടെ ഈ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോയി ഫ്രഷ് ആവണം. വൈകിട്ടത്തെ കാര്യങ്ങൾ വേണം. രാത്രിയിലത്തേക്ക് ഇനി എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആയിരുന്നു. ഇനി അടുത്ത ദിവസത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകാലെ കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.